മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സ്ട്രീറ്റ് ലൈനിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ KS ശബരിനാഥനാണ്. ഒരു മുഖവരയുടെ കാര്യമില്ല. അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി, മുൻ സ്പീക്കറും മുൻ മന്ത്രിയുമായ ശ്രീ G. കാർത്തികേയൻ്റെ മകൻ. അരുവിക്കര മണ്ഡലത്തിൽ ചെറുപ്പത്തിൻ്റെ ഓളമുണ്ടാക്കിക്കൊണ്ട് UDFൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ശബരിനാഥന് ചെറുപ്പക്കാരൻ്റെ സങ്കല്പങ്ങൾ, വികസന സങ്കല്പങ്ങൾ ഒരുപാട് പങ്കുവയ്ക്കാനുണ്ടാവും. ഒപ്പം തന്നെ അച്ഛനുമായി തന്നെ അടുത്ത് നിർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, വൈകാരികമായ കാര്യങ്ങൾ. ശ്രീ ശബരിനാഥൻ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. ശബരിനാഥന് സ്ട്രീറ്റ് ലൈനിലേക്ക് സ്വാഗതം. ശബരിനാഥൻ ഒരുപക്ഷെ TV ഇൻ്റർവ്യൂസിലൊക്കെ അടുത്ത കാലത്താണ് വളരെ പെട്ടെന്ന് വന്നു തുടങ്ങിയത്. ഇത്ര ദിവസം അവിടെ പ്രവർത്തിച്ച സാഹചര്യത്തിൽ അരുവിക്കരയിൽ ഒരു പുതിയ അനുഭവമാണ്. എന്തു തോന്നുന്നു? UDFൻ്റെ വിജയ സാധ്യത, ജനങ്ങളുടെ ഒരു സമീപനം? ഞാൻ രാഷ്ട്രീയത്തിൽ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഞാൻ KSUണ്ടായിരുന്ന CETയിൽ, പിന്നെ അല്ലാത്ത സമയങ്ങളിലും എൻ്റെ ജോലിയെല്ലാം ഒരു രാഷ്ട്രീയത്തിൻ്റെ വഴിയല്ലെങ്കിലും ഒരു സാമൂഹിക സേവനം. അത് ഇലക്ഷൻ അതെ, ഇലക്ഷൻ രീതിയിൽ അത് ആദ്യമായിട്ടാണ്. അത് അച്ഛൻ എപ്പോഴും പറയും, ഒരു ഇലക്ഷന് നമ്മൾ കയറുമ്പോൾ പിന്നെ ഒന്നും നമ്മുടെ കയ്യിലല്ല. നമ്മളെ ആൾക്കാർ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് മണ്ഡലത്തിൻ്റെ വേറൊരു ഭാഗത്തേക്ക് പോകുന്നു, പിന്നെ നിങ്ങൾ ജീപ്പിൽ കയറുന്നു. അപ്പോൾ ഇലക്ഷൻ്റെ സമയം സ്ഥാനാർത്ഥിക്ക് ഒന്നിനും ഒരു വോയിസ് ഇല്ല. സ്ഥാനാർത്ഥിയാണ്. അത് ഫുൾ പാർട്ടിയും മെഷീനറിയാണ് അതിനുവേണ്ടി ഫുൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഞാൻ നേരിട്ടൊരു ഇലക്ഷനിലേക്ക് അങ്ങ് അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ അത് നല്ലൊരു അനുഭവമാണ്. പക്ഷേ അതെല്ലാവരും സഹായിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ, വളരെ ഊർജം തരുന്നൊരു എക്സ്പീരിയൻസ് ആണ്. നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ വളരെ പോസിറ്റീവായിട്ട് അതിനെ കാണുന്നു. UDFന് അനുകൂലമായിട്ട് പറയുന്നൊരു ഘടകം ഇപ്പോൾ ഈ സർക്കാരിൻ്റെ വികസനവും, ഒപ്പം തന്നെ താങ്കൾക്ക് G. കാർത്തികേയൻ എന്ന മണ്ഡലത്തിൽ വളരെ ആദരിക്കപ്പെടുന്ന വ്യക്തിയുടെ മകൻ എന്നുള്ളതും കൂടിയാണ്. അങ്ങനെ ഒരു സഹതാപ തരംഗം അവിടെ ഉണ്ടോ? ഇല്ല, അതൊരു സഹതാപ തരംഗം എന്ന് പറഞ്ഞാൽ അതിനെ സഹതാപ തരംഗം എന്ന് പറയുന്നത് അത് അവിടുത്തെ അരുവിക്കരയിലെ വോട്ടർമാരെ കളിയാക്കുന്നത് പോലെയാണ്. G. കാർത്തികേയൻ അവിടെ 24 വർഷം അവിടുത്തെ MLA ആയിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഏകദേശം 400 കോടി രൂപയുടെ പദ്ധതികളാണ് ഗവൺമെൻറ് അവിടെ അനുവദിച്ചിട്ടുള്ളത്. അതിൽ പലതും പണി പൂർത്തിയായി കഴിഞ്ഞു, പലതും പണി നടക്കുകയാണ്. അതിലൊക്കെ ഉപരി അച്ഛൻ്റെ ഒരു സ്വഭാവം, അച്ഛൻ അവിടുത്തെ എല്ലാ വോട്ടർമാരായിട്ടും ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. ആ ഒരു ആത്മബന്ധവും അച്ഛനവിടെ ചെയ്ത കാര്യങ്ങളും ഒരുമിച്ച് വരുന്നൊരു രസതന്ത്രമാണ്. ആ ഒരു കെമിസ്ട്രിയാണ് അച്ഛനെ അവിടെ നിന്ന് 5 പ്രാവശ്യം വിജയിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു തലമുറക്കാരനെ ഞാൻ പോകുമ്പോൾ അത് അച്ഛൻ ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കാനാണ്, അച്ഛനുള്ള ബന്ധങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കാനാണ്. അച്ഛനവിടുത്തെ പലർക്കും അച്ഛനെ പോലെ ആയിരുന്നു, ഒരു മകനെ പോലെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ആത്മബന്ധമാണ് അവിടുത്തെ വോട്ടർമാരായിട്ട് എനിക്കുള്ളത്. അതിനെ സഹതാപതരംഗം മുതലാക്കുന്നു എന്ന് പറയുന്നത്, എന്നെ കളിയാക്കുന്നത് പോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അത് അരുവിക്കരയിലെ പ്രബുദ്ധരായ ഓരോ വോട്ടർമാരെയും കളിയാക്കി അതൊരു നിലവാര തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതാണ് എൻ്റെ അഭിപ്രായം. താങ്കളൊരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥിയാണ്, ബാക്കി രണ്ടുപേരും സീനിയേഴ്സാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം, അതുപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന്, സ്ത്രീകൾ എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ട്. സഹതാപമല്ലെങ്കിലും സ്വാഭാവികമായിട്ടും G. കാർത്തികേയനോടൊരു ആത്മബന്ധം മകനോടുള്ള ഒരു സ്നേഹമായിട്ട് മാറാം. അതൊരു സൈക്കോളജിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ്? കാരണം ഈ ചെറുപ്പക്കാർ, താങ്കൾ പല ചോദ്യങ്ങളിലും പറഞ്ഞു എന്താണ് ഇതിനുള്ള ഇതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ 31 വയസ്സുകാരനായ യുവാവാണ്, വിദ്യാസമ്പന്നനാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ ചെറുപ്പക്കാർക്ക് സാധാരണ രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തനത്തിലൊന്നും അധികം ഒരു ഇത് കിട്ടാറില്ല. അപ്പം അതിൽ ഇത് എങ്ങനെയാണ് കാണുന്നത് ഈ താങ്കളുടെ ഒരു? തീർച്ചയായും ഞാൻ ചെറുപ്പക്കാരനാണ്. പക്ഷേ ഒരു MLA എന്ന രീതിയിൽ ഒരു MLA എല്ലാവരുടെയും MLA ആണ്. G. കാർത്തികേയനോട് MLA ആയിരുന്നപ്പോൾ ഒരിക്കലും കൊടിയുടെ നിറം നോക്കിയോ പ്രായം നോക്കിയോ ആൾക്കാരെ സഹായിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ലൈനും അതാണ്. ഞാൻ ചെറുപ്പക്കാരനാണ്, എനിക്കെതിരെ മത്സരിക്കുന്ന രണ്ടുപേരും തലമുതിർന്ന നേതാക്കളാണ്. പക്ഷേ ഒരു MLA എന്ന രീതിയിൽ അവിടുത്തെ എല്ലാ സമസ്ത വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് ഒരു MLAയുടെ കടമ. അത് ഒരു UDF പോലത്തെ ഒരു പാർട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയത്തുള്ളൂ. അപ്പോൾ അതെ, ചെറുപ്പക്കാരുടെയും അമ്മമാരുടെയും എല്ലാ സമസ്ത മേഖലകളിൽ നിന്നൊരു സപ്പോർട്ട് എനിക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ നിന്നും ഞാൻ പുതുമുഖ സ്ഥാനാർത്ഥിയായതുകൊണ്ട് പലരും എന്നെ കാണാൻ അവിടെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു ചെറുപ്പക്കാരുടെ മാത്രം വോട്ടോ അമ്മമാരുടെ മാത്രം വോട്ടോ എന്ന് ഞാൻ കാണുന്നില്ല. എല്ലാവർക്കും വേണ്ടിയാണ് ഒരു MLA, എല്ലാവരുടെയും വോട്ടാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ആ ഒരു അടിത്തറയാണ് അവിടെ ശ്രീ G. കാർത്തികേയൻ ഉണ്ടാക്കി പോയിട്ടുള്ളത്. അപ്പോൾ തന്നെ LDF ഉന്നയിക്കുന്നൊരു ആക്ഷേപമുണ്ട്. ഒരുപാട് വികസനം നടന്നുവെന്ന് പറയുമ്പോഴും തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ ഏറ്റവും വികസിത വല്ലാത്ത പ്രദേശങ്ങളുള്ള സ്ഥലം അരുവിക്കരയാണ് എന്ന് ഇടതുപക്ഷം
ഇടതുപക്ഷം മാത്രമല്ല BJP ഉന്നയിക്കുന്നുണ്ട്. അതിനെങ്ങനെയാണ് താങ്കൾ നേരിടുന്നത്? ഇല്ല, അതിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആദ്യം നമ്മളെല്ലാം പലയിടത്തും ചർച്ച ചെയ്തതുപോലെ ഇവിടുത്തെ പ്രബുദ്ധനായ ഒരു LDF MLA 2 വർഷം മുമ്പ് ബഡ്ജറ്റ് സമ്മേളനം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ചോദിച്ചു, സർ ഇവിടുത്തെ എല്ലാ വികസനവും ഒരു മണ്ഡലത്തിൽ മാത്രം പോയാൽ മതിയോ? തമാശയ്ക്ക് അവർ പറയുകയും ചെയ്തു, പറ്റുമെങ്കിൽ ജി കാർത്തികേയൻ വിഴിഞ്ഞം പദ്ധതി പോലും അരുവിക്കരയിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഉത്തരം ഇടതുപക്ഷക്കാർ തന്നെ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമതായി അവിടുത്തെ ഏതൊരു വോട്ടറോടും അത് കൊടിയുടെ നിറം നോക്കണ്ട, ഹൃദയത്തിൽ കൈവച്ച് ചോദിക്കൂ ജി കാർത്തികേയൻ എന്ത് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാവരും ഉത്തരം തരുന്നുണ്ട്. പല പാർട്ടിക്കാർ നമ്മളോട് പറയുന്നു, സാർ നമ്മളതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് പറയുന്നതാണ്, പക്ഷേ GK ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വേറെ ആരും ചെയ്തിട്ടില്ല. രണ്ടാമത് ഞാൻ പറയുന്നതും ഡിസ്കസ് ചെയ്യേണ്ടതും വികസനവും വികസന മനോഭാവമാണ്. അതിൽ ഈ വിഴിഞ്ഞം പദ്ധതി പല പല ലോക്കലായിട്ടുള്ള ഇഷ്യൂസ് നോക്കുമ്പോൾ കേരളം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളതാണ് ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും, കേരളത്തിലെ ആൾക്കാരും. ഞാനിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയല്ല, ഒരു വോട്ടറാണ് ഇരിക്കട്ടെ അരുവിക്കര മണ്ഡലത്തിൽ. ഞാൻ എന്തിനാണ് വോട്ട് ചെയ്യുന്നത്? ആദ്യം എനിക്ക് എൻ്റെ ചുറ്റുപാടുകൾ നല്ലൊരു സാഹചര്യത്തിൽ എനിക്ക് ജീവിക്കാനുള്ളൊരു സാഹചര്യം സർക്കാർ ഉണ്ടാക്കി തരണം. രണ്ടാമത് എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം. ഈ രണ്ട് കാര്യങ്ങളും പ്രതിപക്ഷത്തിന് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടെല്ലാം അവരുടെ എല്ലാ പ്രവർത്തകരും കൊണ്ട് മനസ്സിലാകുന്നുണ്ടോ. അപ്പോൾ ഇതൊക്കെ ഇലക്ഷൻ ഒരു പറയാനുള്ള കാര്യങ്ങളാണ്. പക്ഷേ അവിടുത്തെ വോട്ടർമാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇതൊരു പൊള്ളയായ വാദമാണ്. അതെല്ലാവരും അംഗീകരിക്കുന്നത്. അതൊരു നോൺ ഇഷ്യൂ ആണിപ്പോൾ. അതുപോലെ തന്നെ താങ്കളുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രതീക്ഷയേക്കാൾ കൂടുതൽ ആൾ വന്നു. അതുപോലെ തന്നെ അമ്മയും താങ്കളൊക്കെ ഒരു വളരെ വികാരനിർഭരമായ രംഗങ്ങളായിരുന്നു. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് ഇലക്ഷനെ മുന്നോട്ട് പോക്കിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇല്ല, അത് അമ്മയായാലും ഞാനായാലും നമുക്കെല്ലാം വളരെ ഹൃദയബന്ധമുള്ള ഒരു സ്ഥലമാണ് ആര്യനാട്, പ്രത്യേകിച്ച് VK ഓഡിറ്റോറിയം. അപ്പോൾ അതൊരു ഇലക്ഷനായിട്ട് ഞാനതിനെ കാണുന്നില്ല. ജി കാർത്തികേയൻ 24 വർഷം ഉണ്ടായിരുന്നൊരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും മക്കളും ബന്ധുക്കളും എല്ലാം പ്രസംഗിക്കാനോ കാണാനോ വരുമ്പോൾ സ്വാഭാവികമായൊരു വികാരമുണ്ടല്ലോ. അപ്പോൾ അതെല്ലാവരെയും കണ്ടപ്പോൾ നമ്മുടെയും കണ്ണ് നിറഞ്ഞു പോയി, പ്രവർത്തകരുടെയും കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ സമസ്ത മേഖലകളിൽ നിന്നും പാർട്ടിക്കാരും പ്രവർത്തകരും അച്ഛനെ സ്നേഹിക്കും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാം ഒരുമിച്ച് വന്നിരുന്നു. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ സ്വാഭാവികമായ ഒരു മകൻ്റെയും ഒരു ഭാര്യയുടെയും കണ്ണുകൾ ഈർന്നണിയും പറ്റും. അതാണ് അവിടെ സംഭവിച്ചത്. ഈ BJP ഉയർത്തുന്നൊരു വാദം, ഒരു ഭാഗത്ത് മറ്റേ ഭരണപക്ഷത്തിന് അഴിമതിയും ബഹളം ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. മറുപക്ഷത്ത് ഇതിനെ എതിർക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം, അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് കളിക്കുന്നു. അപ്പോൾ രണ്ട് കൂട്ടരും ഒരുപോലെ ഇത് ചെയ്യാണ്. അതുകൊണ്ട് ഞങ്ങളെ ആണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളതാണ് BJP ഉയർത്തുന്നത്. എങ്ങനെ തോന്നുന്നു? അതുപോലെ തന്നെ രാജഗോപാൽ എന്ന ഒരു സ്ഥാനാർത്ഥിയുടെ വരവ് അതെങ്ങനെയാണ് ഈ ഇലക്ഷനെ സ്വാധീനിക്കുന്നത്? ആദ്യമായി രാജഗോപാൽ വളരെ സീനിയറായിട്ടൊരു നേതാവാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന BJP നേതാവാണ്. അപ്പോൾ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് രാജഗോപാൽ. പക്ഷേ അവസാനം അരുവിക്കരയിലെ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് അവരെന്തുകൊണ്ടൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് ആലോചിച്ചാണ്. കഴിഞ്ഞ വർഷം 2014 ഇലക്ഷൻ നടക്കുകയായിരുന്നെങ്കിൽ അവർക്ക് കുറേ വോട്ട് കിട്ടിയേനെ. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടുള്ള ഈ മോദി സർക്കാർ എന്ത് പറഞ്ഞാണോ BJPയുടെ ഒരു വേവ് വന്നത് അതിന്നുണ്ടോ? ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, അവിടുത്തെ കാർഷിക പ്രശ്നങ്ങളും സംഭവിക്കുന്നത് മോദി സർക്കാരിൻ്റെ പല നയങ്ങളും കാരണമാണ്. അവിടെ കരുതലുമില്ല, വികസനമില്ല, കുറേ ഫോട്ടോഷോപ്പും പെയിൻറ്റും കമ്പ്യൂട്ടർ ഗ്രാഫിക്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ വോട്ടർമാർക്ക് അറിയാം ഈ ഒരു വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ ഒരു വിലയിടിവ് ഉണ്ടായിട്ടുള്ള ഒരു കമോഡിറ്റി എന്താണെന്ന് വെച്ചാൽ അത് മോദി സർക്കാരിൻ്റെ റേറ്റിംഗ് ആണ്. ആ ഒരു വിലയിടിവ് അരുവിക്കരയിലെ വോട്ടർമാർക്കും അറിയാം. അതങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂയിലേക്ക് വരുമ്പോൾ BJPക്ക് അത് ഗുണം ചെയ്യത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു വിലയിരുത്തൽ ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മുരളീധരൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ കടന്നുവരവ്, പ്രത്യേകിച്ച് രാജഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് LDFനെയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം എന്നൊന്നുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്തു പോകും. അതുപോലെ തന്നെ മറ്റ് ഈ BJP പിടിക്കുന്ന വോട്ടുകൾ പ്രധാനമായും LDFൻ്റെ വോട്ടുകളായിരിക്കും എന്നുള്ളൊരു വാദം അവർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. BJP തന്നെ LDFൻ്റെ ക്യാമ്പിലും ഈ തരത്തിലുള്ള പേടിയുണ്ട്. ഇത് UDFന് അനുകൂലമായിട്ട് മാറുമെന്ന ഇതുണ്ട്, പ്രതീക്ഷയുണ്ട്. ഇല്ല, അത് ഞാനൊരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അത് UDFൻ്റെ സ്ഥാനാർത്ഥിയായി എല്ലാവരുടെയും വോട്ട് കിട്ടാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അതിന് LDFൻ്റെ വോട്ട് മാത്രമല്ല, നിഷ്പക്ഷരുടെ വോട്ട് വേണം, BJPയുടെ വോട്ട് വേണം. അതുകൊണ്ട് ഇങ്ങനൊരു ഈ ശതമാനക്കണക്കിൽ പോയി അതിനെ അനലൈസ് ചെയ്ത് ഒരു വോട്ട് കിട്ടണമെന്നില്ല, എല്ലാവരുടെയും വോട്ട് കിട്ടണം. അതവരുടെ ആഭ്യന്തര കാര്യങ്ങളാണ്. അത് വരുന്ന രീതിയിൽ നമുക്ക് ഗുണകരമായി സംഭവിച്ചാൽ അത്രയും നല്ലത്, അത്രയും എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശ്രീ കാർത്തികനെതിരെ വന്നിരുന്ന സ്ഥാനാർത്ഥി RSP
കാരായിരുന്നു. പങ്കജാക്ഷൻ സാറിൻ്റെയൊക്കെ ഒരു സീറ്റായിട്ട് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ്. അവിടെ അത്യാവശ്യം RSPക്കാരുണ്ട്. തീർച്ചയായും. അപ്പോൾ RSPക്കാരുടെ ഇപ്പോൾ UDFിലാണ് RSP. അവരുടെ ഒരു സാന്നിധ്യം ഈ ഇലക്ഷനെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഇതുണ്ടാക്കുന്നുണ്ട്? തീർച്ചയായും RSP അവിടെ വളരെ നിർണായകമായ ഒരു ശക്തിയാണ്. അവിടെ UDFിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ഘടകകക്ഷിയാണ് RSP. അവിടെ പ്രേമേന്ദ്ര സാറായാലും അസീസ് സാറായാലും അവിടുത്തെ നേതാക്കളായാലും അവർ വളരെ സീരിയസ് ആയിട്ട് ഒരു RSP കാൻഡിഡേറ്റ് മത്സരിക്കുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടി അവർ പ്രചരണം നടത്തുന്നുണ്ട്. RSPയുടെ ഈ ഒരു സഹായം എന്തുകൊണ്ടും ഈ ഇലക്ഷനിൽ കോൺഗ്രസിനെ സഹായിക്കും. ഞാൻ എപ്പോഴും പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇടതുപക്ഷത്തിലെ ഏറ്റവും ഒരു മാന്യതയുള്ള പാർട്ടിയാണ് RSP. അച്ഛനോട് 5 വർഷം മത്സരിച്ചു, 5 പ്രാവശ്യം മത്സരിച്ചു. ഒരിക്കലും അതൊരു വ്യക്തിപരമായ ഒരു പ്രശ്നത്തിലേക്ക് പോയിട്ടില്ല. കാരണം ഇടതുപക്ഷത്തിൻ്റെ ഒരു നല്ല ആൾക്കാരാണ് RSPക്കാർ. അവർ വായിക്കും, അവർക്ക് വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ ആ ഒരു അവരുടെ ഒരു ഏതുതരം രാഷ്ട്രീയമാണോ പ്രാതിനിധ്യം ചെയ്യുന്നത് അത് ഉറപ്പായിട്ട് UDFിന് വേണ്ടി ഗുണം ചെയ്യുന്നതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ M വിജയകുമാറാണ്. വിജയകുമാർ മുൻ സ്പീക്കറായിരുന്ന അവിടെ മണ്ഡലത്തിൽ നിന്നുള്ള ആളാണ്. അവരുടെ ഒരു സാന്നിധ്യം ഇടതുപക്ഷം അവകാശപ്പെടുന്നത് നേരത്തെ G കാർത്തികേയന് 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അസംബ്ലിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പത്തിന് CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് 4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഈ മണ്ഡലത്തിൽ കിട്ടിയിരുന്നു. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുമെന്നുള്ളതാണ് അവരുടെ ഒരു വാദം. ഇല്ല, അത് നമ്മൾ ഒരു ഇലക്ഷൻ്റെ ലോക്സഭയും നിയമസഭയിലെയും വോട്ടിംഗ് പാറ്റേൺ ഒക്കെ ഡിഫറെൻ്റ് ആണ്. അത് ഓരോ ബൂത്ത് ലെവലിലും ഓരോ ബ്ലോക്ക് ലെവലിലും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അത് അങ്ങനെയല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്പേഴ്സ് എന്ന് പറയുന്നത് എവിടെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു നമ്പർ കൊണ്ട് നമുക്ക് എന്തും പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും നമ്പേഴ്സാണ് നമുക്ക് ശക്തി പകരുന്നത്. പക്ഷെ അതിലൊക്കെ ഉപരി ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിൽ എന്തുകൊണ്ട് UDF മുന്നോട്ട് പോകാൻ UDF എന്നുള്ള ഒരു വാദം അവിടെ ശക്തമായി നിൽക്കുന്നുണ്ട്. അത് തീർച്ചയായും നമ്മളാണ് ഗുണം ചെയ്യാൻ പോകുന്നത്. ബാക്കി എല്ലാവർക്കും നമ്പറുകളിൽ അഭയം പ്രാപിക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ അവിടെ ചില കക്ഷികൾ ഇപ്പോൾ PC ജോർജ് പോലുള്ള ആൾക്കാരൊക്കെ ഈ നാടാർ സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അത് UDFിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ജനാധിപത്യ പ്രക്രിയയാകുമ്പോൾ കൂടുതൽ സ്ഥാനാർത്ഥികളാകുമ്പോഴാണ് എല്ലാവർക്കും അവർക്ക് പറയാനുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്. ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ. UDFിന് അതുകൊണ്ട് കോട്ടം തട്ടത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ഒരു നിഗമനമാണ് നമ്മുടെ പല മീറ്റുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നാടാർ സംവരണം സംബന്ധിച്ച് എന്നൊരു കൺഫ്യൂഷൻ നാടാർ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയിരുന്നു? ഇല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഞാൻ എപ്പോഴും പറയും, ഒരു സ്ഥാനാർത്ഥി ആയാലുടനെ എല്ലാത്തിനെയും കുറിച്ച് അഭിപ്രായം പറയണമെന്നില്ല. ഞാൻ വ്യക്തമായ അഭിപ്രായങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചുമുണ്ട്. പക്ഷേ ഇതൊക്കെ നേതൃത്വം സംസാരിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള നീക്കുപോക്കുകളും ചർച്ചകളും നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ SNDP പോലുള്ള സമുദായ സംഘടനകൾ തുടക്കത്തിൽ SNDPയും ഒരു തരത്തിൽ LDFിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഇപ്പോൾ മനസാക്ഷി വോട്ട് എന്നുള്ളൊരു ഇത് പറഞ്ഞിരിക്കുക. 2 പേര് ശക്തന്മാർ, ശബരിനാഥ് മിടുക്കനാണ് എന്നാണ് വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു SNDPയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് മാറ്റത്തെ കാണുന്നത്? നേരത്തെ ഒരു ചെറിയ സ്ലൈറ്റ് ചായ്വ് LDFിനോട് കാണിക്കുന്ന പോലെ തോന്നിയിരുന്നു. കാരണം ടീച്ചർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതിന് എതിർത്തൊക്കെ അവരുടെ ഭാഗങ്ങളിൽ നിന്നുള്ളൊരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇല്ല, അത് നമ്മൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കണം. പിന്നെ സാമൂഹിക സംഘടനകൾക്ക് വളരെ ശക്തമായ വേരോട്ടമുള്ളൊരു സ്ഥലമാണ് അരുവിക്കര മണ്ഡലം. അപ്പോൾ എല്ലാവരുടെയും സഹായം വേണം, എല്ലാവരുടെ പ്രാർത്ഥനകളും വേണം. അത് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, അവസാനം ഇതെല്ലാം അച്ഛൻ പറഞ്ഞ പോലെ കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ അത് UDFിന് അനുകൂലമായിട്ടേ വരത്തുള്ളൂ. UDFിന് എതിരെ ഉള്ള ഒരു ക്യാമ്പയിൻ ഇടതുപക്ഷവും BJPയും നടത്തുന്ന അഴിമതിയാണ്. മറ്റേ ബാർക്കോഴയുടെ കാര്യത്തിലും അതുപോലെ തന്നെ പാം ഓയിൽ തുടങ്ങി ഇപ്പോൾ സരിതാ സംഭവം, ഭൂമി പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഒരു ക്യാമ്പയിൻ, അഴിമതി ഒരു മുഖ്യ ഫോക്കസായിട്ട് കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, അല്ലെങ്കിൽ UDF എങ്ങനെയാണ് അത് നേരിടാൻ പോകുന്നത്? ഇല്ല, ആദ്യമായി ഇതെല്ലാം അഴിമതി ആരോപണങ്ങളല്ലേ. കഴിഞ്ഞ 4 വർഷമായി ഇവിടുത്തെ ഇടതുപക്ഷം LDF പല ആരോപണങ്ങൾ കൊണ്ടുവരുന്നു. ഒന്നും പക്ഷെ അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല. ഓരോ ആരോപണ ശരങ്ങൾ തുടുത്തുവിട്ടിട്ട് അത് എവിടെയോ ചെന്ന് വീഴുന്നു. പിന്നെ ഇലക്ഷൻ ആകുമ്പോഴത്തേക്ക് ഓടിപ്പോയത് പെറുക്കിക്കൊണ്ട് തിരിച്ചു വന്ന് പഴയ കാര്യങ്ങൾ തുറന്നു വരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് LDFിന് വോട്ട് ചെയ്യണം? കേരളത്തിന് വികസനം വേണ്ട, അതൊരു 100 വർഷം കേരളത്തെ പിന്നോട്ടടിക്കുന്ന ഒരു LDFിന് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യണോ? ഈ നാട്ടിൽ സമാധാനം കൊണ്ടുവരാൻ പറ്റാത്ത LDFിന് വേണ്ടി വോട്ട് ചെയ്യണം എന്നുള്ളത് പ്രധാനമായ 2 ചോദ്യങ്ങളാണ് അരുവിക്കരയിലെ വോട്ടർമാരുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇടതുപക്ഷത്തിന് സംഭവിക്കുന്ന ഈ ഒരു അപജയം, അവർക്ക് ഇഷ്യൂസ് ഇല്ല, അവർക്ക് സംസാരിക്കാൻ വിഷയങ്ങളില്ല. അപ്പോൾ പറയാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് റോഡ് വികസനവും ഇതുപോലത്തെ അഴിമതിയുമാണ്. ഞാൻ അതിൽ അങ്ങനെ കാണുന്നുള്ളൂ. അത് വോട്ടർമാർക്ക് മനസ്സിലാവുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്കൾ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു.
കണ്ണൂരിൽ അല്ലെ പാനൂരിൽ ബോംബ് പൊട്ടിയതിനെക്കുറിച്ച് കോൺഗ്രസും UDF-ഉം ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം, അത് അവിടെ പൊട്ടിയ ബോംബ് അരുവിക്കരയിൽ പൊട്ടിക്കാൻ ഉദ്ദേശിച്ച് തയ്യാറാക്കിയതാണ്. അരുവിക്കരയിൽ തോൽക്കുമെന്നുള്ള ഭീതിയിൽ LDF ആക്രമണത്തിന് പ്ലാൻ ചെയ്തിരുന്നു എന്നൊരു ആക്ഷേപം ഇവിടുത്തെ DCC പ്രസിഡന്റ് കരകുളം ചെയ്തിട്ടുണ്ട്. നിയമസഭയിലും അങ്ങനെ സംസാരം വന്നിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് താങ്കൾ കാണുന്നത്? ഇല്ല, എനിക്കതിനെ കുറിച്ച് കാര്യമായി അറിയില്ല. ഞാൻ പത്രത്തിൽ കണ്ടതേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇടതുപക്ഷം പ്രതിനിധാനം ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഓഫ് പോളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കാം തോന്നുന്നതെല്ലാം, അത്രയേ ഉള്ളൂ. പക്ഷെ അല്ലാതെ എനിക്കൊരു അഭിപ്രായമില്ല അതിനെക്കുറിച്ച്. നമ്മൾ അറിയാത്തൊരു കാര്യം ഞാനങ്ങനെ പറയുന്നത് ശരിയല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുവരെ അതിനെക്കുറിച്ചുള്ള അറിവുകളില്ല. കാരണം ഞാൻ സ്ഥാനാർത്ഥിയാണല്ലോ, പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ ഞാൻ പറയത്തുമില്ല. ഞാൻ വ്യക്തമായി പഠിച്ചിട്ടേ കാര്യങ്ങൾ പറയത്തുള്ളൂ. കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു ബോംബ് സംസ്കാരം വരുന്നത് നല്ലൊരു ഇതാണോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു നല്ല നേരായ വഴി കൂടെ രാഷ്ട്രീയം പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ആ ഒരു നേരായ വഴിയുടെ രാഷ്ട്രീയക്കാരന് ശ്രീ ജി കാർത്തികേയൻ. അപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും ഞാൻ എന്ത് ചെയ്താലും എൻ്റെ ഉള്ളിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം നേരിൻ്റെ വഴിയിലുള്ളതായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റേ ബോംബ് സർക്കാരൊക്കെ വളരെ അപലപനീയമാണ്. അത് കേരളത്തിലും ബംഗാളിലും ഒക്കെ മാത്രമേ ഇതുള്ളൂ. താങ്കൾ വളരെ എളിമയോടും ഇതോടൊക്കെ പെരുമാറുന്നുണ്ടെങ്കിലും എതിർപക്ഷം ഇപ്പം എല്ലാവരും താങ്കൾ നേരിട്ട് കാണുന്നില്ല. താങ്കളുടെ ബോഡി ലാംഗ്വേജ് ഇച്ചിരി എന്താ പറയുക ഇതാണ് എന്നുള്ള രീതിയിൽ മറ്റേ അത്ര എളിമയോടെ ഉള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രചരണം ഇടതുപക്ഷ ക്യാമ്പിൽ നിന്ന് ഇറക്കുന്നുണ്ട്. അതൊരു ഇലക്ഷൻ്റെ ഇതായിട്ടാണോ കാണുന്നത്? എങ്ങനെയാണ് അങ്ങനെ ഒരു ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അത് ഇലക്ഷൻ ആകുമ്പോൾ അവർ പലതും പറയും. ഇനിയിപ്പോൾ ഒരു 20 ദിവസത്തിന് താഴെ ബാക്കിയുള്ളൂ. അപ്പോൾ പല കാര്യങ്ങളും പറയും. അതൊരു സ്ഥാനാർത്ഥിനെ എഴുതി നമ്മൾ കേൾക്കുക, നമ്മൾ മനസ്സിലാക്കുക, എന്താണ് സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് അഭിപ്രായമൊന്നുമില്ല. അത് എന്നെ അറിയാവുന്നതും എൻ്റെ കുടുംബത്തെ അറിയാവുന്നതും ആൾക്കാർക്കെല്ലാം അറിയാം എൻ്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ താങ്കൾ പഠിച്ച ഇതിൽ ഇപ്പോൾ CET കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. തീർച്ചയായും അവിടുന്ന് പഠിച്ച് MBA-ക്ക് പോയി ഇപ്പോൾ ടാറ്റ ട്രസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ടാറ്റയിൽ പല വിഭാഗങ്ങളുണ്ട്. താങ്കൾ കുറച്ചുകൂടി ജീവകാരുണ്യ മേഖലയാണ് തിരഞ്ഞെടുത്തത്, പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ പഠിച്ച് ഉന്നതങ്ങളിൽ വരുന്ന ആൾക്കാർ കുറച്ചും കൂടിയും ഒരു പ്രൊഫഷണൽ ലൈനിലേക്ക് അങ്ങ് പോവുക ചെയ്യുന്നത്. താങ്കൾ എന്തുകൊണ്ടാണ് ആദിവാസി മേഖലയും ജീവകാരുണ്യ പ്രവർത്തനം തിരഞ്ഞെടുത്തത്? താങ്കളുടെ ചോയ്സ് ആയിരുന്നോ അല്ലെങ്കിൽ മറ്റേ കമ്പനി ഇത് ചെയ്തതാണോ? എങ്ങനെയാണ് അങ്ങനെ ഒരു ആദിവാസി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് താല്പര്യം വന്നത്? എങ്ങനെയാണ് അത്? തികച്ചും അതൊരു വ്യക്തിപരമായ ചോയ്സ് ആയിരുന്നു. കാരണം ഞാൻ വളരെ കംഫർട്ടബിളായിട്ടൊരു ജോലിയിൽ ടാറ്റ സൺസിൻ്റെ ഹെഡ് ഓഫീസിൽ ജോലി ചെയ്യായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒരു വ്യത്യാസം കൊണ്ടുവരണം, അതും സമൂഹത്തിൽ എല്ലാവർക്കും ഒരു വ്യത്യാസം കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ പണ്ട് തൊട്ടേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അച്ഛനും അറിയാം, എൻ്റെ അടുത്തറിയുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം. അപ്പോൾ ആ സമയത്ത് അങ്ങനൊരു ചാൻസ് വന്നപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ കയറി. അത് വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു കമ്പനിയിലൊരു സോപ്പ് വിറ്റോ ഒരു ചീപ്പ് വിറ്റോ കമ്പനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ ഗുണമുള്ള കാര്യമാണ് നമ്മുടെ രണ്ടുപേരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയമായാലും ഏത് ജോലിയായാലും അതിൻ്റെ അവസാനമായ ആത്യന്തികമായ ലക്ഷ്യം ജനങ്ങളുടെ നന്മയായിരിക്കണം. അപ്പോൾ പലരത് രാഷ്ട്രീയത്തിൽ കൂടെ ചെയ്യുന്നു, ചിലർ ഈ ഒരു സന്നദ്ധ സംഘടനകളിലൂടെ ചെയ്യുന്നു, ചിലർ വേറെ കാര്യങ്ങളിലൂടെ ചെയ്യുന്നു. അപ്പോൾ ഞാനൊരു സന്നദ്ധ സംഘടന ഒരു NGO ലൈനിൽ കൂടെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനേക്കാളും ഒക്കെ ഒരു 10 ഇരട്ടി ഒരു ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സമൂഹത്തിൽ നമ്മളൊരു പാർലമെൻ്ററി ലൈനിൽ കൂടെ പോയത്. കാരണം MLA-ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അനവധിയാണ്. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു അവസരമാണ് എനിക്ക് ഇത് ചെയ്യാനുള്ളതാണ് എൻ്റെ വിശ്വാസം. ഈ ആദിവാസി മേഖലയിൽ താങ്കൾ പ്രവർത്തിച്ചുള്ള ഒരു എന്താ പറയുക പരിചയം, ഒരുപക്ഷെ മണ്ഡലത്തിൽ തോട്ടം തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ വളരെ വിഷമിക്കുന്ന റബ്ബറിൻ്റെ വിലയിടിവ് മൂലം വിഷമിക്കുന്ന റബ്ബർ കർഷകരുണ്ട്. അവരുടെയൊക്കെ കാര്യത്തിൽ എങ്ങനെ താങ്കളൊരു MLA ആയി ജയിച്ചു വന്നാൽ അത് ആ ഒരു അനുഭവം അല്ലെങ്കിൽ പരിചയം ഉപയോഗിക്കാനും പറ്റും? അതെ, ഞാൻ ഈ പല പല പദ്ധതികളിലും വർക്ക് ചെയ്യുമായിരുന്നു. മഹാരാഷ്ട്രയിലായാലും മധ്യപ്രദേശിലായാലും. പ്രത്യേകിച്ച് ഈ ബാംബു, ഒരു ഈറ്റ മേഖലയെക്കുറിച്ചുള്ള നാഷണൽ പോളിസി അതിൽ വരെ ഞാൻ മെമ്പറായിരുന്നു. അപ്പോൾ പല പല നൂതനമായ പ്രോജക്റ്റുകളിനെ കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ട്. പ്രത്യേകിച്ചും അതൊക്കെ ഒരു MLA ആയി ജയിച്ചു വന്നാൽ ഇവിടെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഒരു വികസന കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു മാധ്യമം, ഒരു ചെറിയ ഹെൽപ്പ് ഗവൺമെൻറ് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ജനകീയ ആസൂത്രണമാവട്ടെ, വികേന്ദ്രീകരണമൊക്കെ അതിലേക്കാണ്. രണ്ടാമത് ചില കാര്യങ്ങൾ ജനങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അതിന് സർക്കാർ തന്നെ വേണം. ഫോർ എക്സാമ്പിൾ റോഡ് പണിയുന്നതോ ഒരു വലിയ ടവർ കൊണ്ടുവരുന്നതിനോ സർക്കാർ കെട്ടിടം കൊണ്ടുവരുന്നതോ
അതിലുപരി മൂന്നാമതായി വൻകിട പ്രോജക്റ്റുകളും ചില കാര്യങ്ങളുമൊക്കെ സർക്കാരായാലും അത് പ്രൈവറ്റ് ആയാലും അതൊരു കരുതലോടെ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ അറിയാത്ത വേറൊരു വലിയ കാര്യം, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തിലുള്ളത്, ഇവിടുത്തെ ഈ ചെറുപ്പക്കാരെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. എൻ്റെ അറിവിൽ ടെക്നോ പാർക്കിൽ ഒരു 10-15,000 എഞ്ചിനീയർമാർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യുവാണെങ്കിൽ ഇവരെല്ലാവരും ശനിയാഴ്ച ഞായറാഴ്ച പൊന്മുടിയിലും പല സ്ഥലങ്ങളിലും ടൂറിസത്തിന് വേണ്ടി വരികയാണ്. ഇതേ യുവാക്കളോട് ഒരു MLA എന്ന രീതിയിൽ ഞാൻ പോയി ടെക്നോ പാർക്കിൽ സംസാരിച്ചിട്ട് നിങ്ങൾ ശനിയും ഞായറും അവിടുത്തെ ഒരു അംഗൻവാടിയിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുകയോ പ്രാഥമികമായ ഒരു സർവീസ് മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരെ കൊണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അവർക്കും ഗുണം ചെയ്യും, അത് കമ്പനിക്കും ഗുണം ചെയ്യും. തീർച്ചയായും. കാരണം ഒരു പുതിയ കഴിഞ്ഞ വർഷം UDPA സർക്കാർ കൊണ്ടുവന്ന കമ്പനീസ് ആക്ടിൽ എല്ലാ കമ്പനിക്കും 2% ലാഭം അത് CSR ഫണ്ടിലേക്ക് വേണ്ടി കൊടുക്കണം. എന്തുകൊണ്ട് ഇവിടുത്തെ ഒരു IT കമ്പനിക്ക് ആ ഒരു 2% കാണിക്കാൻ വേണ്ടി അവിടുത്തെ എംപ്ലോയീസിനെ കൊണ്ട് അരുവിക്കരയിലോ വിതര പോലത്തെ കുറ്റിച്ചൽ പോലത്തെ മേഖലകളിൽ അവരുടെ സാന്നിധ്യം അറിയിച്ചുകൂടാ? ഉള്ളത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വികസനം പല പുതിയ തലങ്ങളും വികസനം നടക്കുന്നുണ്ട്. നമ്മൾ അതിനോട് കണ്ണടച്ച് നിൽക്കരുത്. ഞാൻ പറയുന്നത് അച്ഛനുണ്ടാക്കുന്നതിൽ അടിത്തറയുണ്ട് അവിടെ, അതിൽ പല പല പദ്ധതികളുമുണ്ട്, അതെനിക്ക് പൂർത്തിയാക്കണം. പക്ഷേ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് പുതിയൊരു ദിശയിലേക്ക് അരുവിക്കര എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ വിഭാവന ചെയ്യുന്നത്. അതിൽ പറയേണ്ട കറക്റ്റ് ഒരു സമയമാകുമ്പോൾ അതിലേക്ക് വരാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഇടതുപക്ഷത്ത് ഒരു കൺഫ്യൂഷൻ, ഒരു ആശയക്കുഴപ്പമുള്ളത് VS അച്യുതാനന്ദൻ്റെ മറ്റേ അവിടുത്തെ പ്രചരണം സംബന്ധിച്ചാണ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ VSനെ പങ്കെടുപ്പിച്ചില്ല എന്നുള്ളത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. VSും അതിനെക്കുറിച്ചൊരു അതൃപ്തി രേഖപ്പെടുത്തിയതായിട്ടാണ് അറിവ്. ഇപ്പോൾ വീണ്ടും ഇതാ VS അവിടെ പ്രചരണ രംഗത്ത് ഇറങ്ങുകയാണ്. ഇതെങ്ങനെയാണ് CPMലെ ഈ ആശയക്കുഴപ്പവും പിന്നീട് VSൻ്റെ വരവും എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇല്ല, അത് VS അവരുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ശ്രീ VS അച്യുതാനന്ദൻ. എനിക്ക് ആകെ ഒരു വിഷമം തോന്നുന്നത് ഇങ്ങനെ VSൻ്റെ പോലത്തെ ഒരു കാര്യത്തിൽ 2-3 പ്രാവശ്യം തീരുമാനിച്ച് എന്നാൽ പിന്നെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറയുന്നതിൽ എനിക്കൊരു വിഷമമുണ്ട്. കാരണം ഞാൻ വേറൊരു ചാനൽ ഇൻ്റർവ്യൂ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോവുകയാണെങ്കിലോ നമ്മൾ ഏറ്റവും മുതിർന്നവരെയും ഏറ്റവും പ്രാധാന്യമുള്ളവരാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അരുവിക്കരയുടെ കേസിൽ ഞാൻ കണ്ടത് ആദ്യം അവിടെ LDFന് വേണ്ടി പ്രചരണത്തിന് പോയത് ശ്രീ ബാലകൃഷ്ണപിള്ളയാണ്. എനിക്ക് വളരെ പേഴ്സണലായിട്ട് ബന്ധമുള്ള ബാലകൃഷ്ണപിള്ള സാറാണ് ആദ്യം അവിടെ പോയത്. VSനെ ഇപ്പോൾ അവസാന ബസ്സിൽ കൊണ്ടുപോകുന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. കാരണം എനിക്ക് വളരെ പേഴ്സണലായിട്ട് റെസ്പെക്റ്റ് ഉള്ളൊരു നേതാവാണ് VS. ഇവന് അച്ഛൻ മരിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ പല പത്രങ്ങളിലും വായിച്ചു, പിന്നെ അത് യൂട്യൂബ് വീഡിയോയിലും കണ്ടു. അച്ഛനെക്കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞത് ശ്രീ VS ആണ്. അസംബ്ലിയിൽ ശ്രീ VS പറഞ്ഞത് എല്ലാവരും G. കാർത്തികേയനെ മാതൃകയാക്കണം എന്നുള്ളതാണ്. അപ്പോൾ G. കാർത്തികേയനെക്കുറിച്ച് VS എങ്ങനെ മാതൃകയാക്കണമെന്ന് പറഞ്ഞ ആ ഒരു ശൈലിയാണ് ഞാനും പിന്തുടരുന്നത്. സത്യം പറഞ്ഞാൽ G. കാർത്തികേയനെക്കുറിച്ച് VS എന്തോ പറഞ്ഞു, എന്താണ് പറഞ്ഞത്, അതാണ് എനിക്കൊരു എനർജി തരുന്നത്. VS എങ്ങനെയൊക്കെ ഒരു സാമാജികനാവണം എന്ന് പറഞ്ഞതാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുക, G. കാർത്തികേയനെ പോലെ സൗമ്യനായിരിക്കുക, അതേപോലെ ആവാനാണ് എൻ്റെ ഒരു പരിശ്രമവും. അല്ല, VS പ്രചരണത്തിന് ഇറങ്ങുന്നതും ഒരുപക്ഷെ മറുപക്ഷത്തിരിക്കുന്നവരെ കുഴപ്പത്തിലാക്കുക, അല്ലെങ്കിൽ അവരെ അതൊക്കെ അവരുടെ ആഭ്യന്തരമായ കാര്യങ്ങളല്ലേ, അത് അവർക്ക് അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മുന്നോട്ടാണ് നോക്കുന്നത്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ പടലപ്പിടങ്ങളെ വോട്ടാക്കി ആ ഒരു രാഷ്ട്രീയമല്ല എൻ്റെ രാഷ്ട്രീയം. അതുപോലെ ആര്യനാട് സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ G. കാർത്തികേയന് കിട്ടിയ വോട്ടല്ല, അരുവിക്കരയിലെത്തിയപ്പോൾ വോട്ടിൻ്റെ എണ്ണം കൂടി. അപ്പോൾ പറയുന്ന 2 പഞ്ചായത്തുകൾ UDFന് അനുകൂലമായിട്ടുള്ള പഞ്ചായത്തുകൾ ഇതോട് ചേർത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊളിറ്റിക്കലി കുറച്ചും കൂടിയും സ്റ്റേബിൾ, അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ഉള്ളത് കോൺഗ്രസിനാണ് എന്ന് തോന്നുന്നുണ്ടോ? കോൺഗ്രസ്സിന് നല്ല വളക്കൂറുള്ള മണ്ണാണ് അരുവിക്കര മണ്ഡലം. പഴയ ആര്യനാട് മണ്ഡലമായാലും അവിടെ 24 വർഷമായി ഒരു UDF MLA ആണുള്ളത്. ലോക്സഭയിലെ നമ്മൾ വോട്ടിംഗ് പാറ്റേൺ പഠിക്കുകയാണെങ്കിൽ ഒരു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അരുവിക്കരയുടെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ അതും UDFന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം UDFന് നല്ല വളക്കൂറുള്ള മണ്ഡലമാണ് അരുവിക്കര. അവിടെ നിന്ന് 2015 നിന്നൊരു UDF MLA വിജയിക്കത്തുള്ളൂ, നല്ല വിശ്വാസമുള്ളത്. അതുപോലെ തന്നെ മറ്റേ നേരത്തെ ടീച്ചർ സ്ഥാനാർത്ഥിയാവുന്ന വലിയൊരു പ്രചരണം ഉണ്ടായിരുന്നു, പിന്നീടാണ് മകൻ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്ടെന്നൊരു സർപ്രൈസ് ഇതിലാണ്. ശബരിനാഥൻ എന്ന് പറഞ്ഞാൽ മകനുണ്ടെന്നറിയാം, പക്ഷെ പബ്ലിക് ലൈഫിലില്ല. അപ്പോൾ ഈ എൻട്രി എത്രമാത്രം ഇതായിരുന്നു? കാരണം ഒരാൾ വന്നിട്ട് അത് സ്ഥാപിച്ചെടുക്കണം, ഞാനൊരു ഇതിന് പറ്റിയ ആളാണ്. അത് ഇത്തിരി ദുഷ്കരമായി തോന്നിയിരുന്നു ആദ്യത്തെ ദിവസങ്ങൾ. ഇല്ല, അത് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് ഒരു ഇലക്ഷനിലേക്ക് കയറുമ്പോൾ എവിടെ നിന്നൊക്കെയോ പലതരം ശക്തികൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ ഉള്ളിലൊരു എനർജി കൂടും. അതൊക്കെ നന്നായിട്ട് തന്നെ ഭവിച്ചു. ആ ഒരു എൻട്രി നന്നായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ പലരുടെ അനുഗ്രഹങ്ങളും നിമിത്തങ്ങളും എവിടെ നിന്നും ഒരു എനർജി വരുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കൾക്കെതിരെ
LDF എടുത്ത് പ്രയോഗിക്കുന്ന ഇവൻ കോൺഗ്രസ് പാർട്ടി പോലെ തുടക്കത്തിൽ സംസാരം വന്നിരുന്നത്, പിന്നീട് അവർ പിന്മാറി. മക്കൾ രാഷ്ട്രീയം എന്നുള്ളതാണ് ഒരു ഇതായിട്ട് കൊണ്ടുവന്നത്. ജി കാർത്തികേയൻ മക്കൾ രാഷ്ട്രീയത്തെ എതിർത്ത ആളാണ്. അദ്ദേഹം അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ആദർശമായ നിലപാടെടുത്തു. അദ്ദേഹത്തിൻ്റെ മകൻ അതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾ രാഷ്ട്രീയം എന്നുള്ളൊരു എലമെൻ്റ് ഇല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് താങ്കൾ പലതവണ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും മക്കൾ രാഷ്ട്രീയം എന്നുള്ളതിനെക്കുറിച്ച് താങ്കൾക്ക് ഇപ്പോൾ മണ്ഡലത്തിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ഇല്ല, അത് ആദ്യത്തെ ഒരു 1-2 ദിവസം അത് LDF പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം ആ ഒരു ക്യാമ്പയിൻ നടക്കുന്നില്ലല്ലോ അവിടെ. അതിൻ്റെ അർത്ഥം അത് അരുവിക്കരയിലെ വോട്ടർമാർ അത് മുഖവിലേക്ക് എടുത്തില്ല. അപ്പോൾ അതോടെ തീർന്നു. പക്ഷെ ഞാൻ പറയുന്നത് മക്കൾ രാഷ്ട്രീയം എന്താണെന്ന് നമ്മളത് ആലോചിക്കുമ്പോൾ, അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ എൻ്റെ ഇതിൽ മക്കൾ രാഷ്ട്രീയം വരുന്നില്ല. ഇത് വളരെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, നമ്മളൊന്നും ആഗ്രഹിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇലക്ഷനിലേക്ക് ഞാൻ പോകുന്നത്. ഒരിക്കലും അവിടെ സ്ഥാനാർത്ഥിയാവണമെന്നും ഇങ്ങനെ ആവും ഭവിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, നമ്മുടെ വീട്ടുകാർ വിചാരിച്ചില്ല. പിന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. അതൊരു വലിയ കുടുംബത്തിൻ്റെ ഒരു അംഗമെന്ന രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, പല വീടുകളിലും ഒരച്ഛൻ പോകുമ്പോൾ മകൻ അച്ഛൻ്റെ സ്ഥാനം എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുപോലെ അരുവിക്കര മണ്ഡലവും നമുക്കൊരു വീട് പോലെയാണ്. ജി കാർത്തികേയൻ എന്ന വടവൃക്ഷത്തിന് കീഴെയാണ് നമ്മളെല്ലാം വളർന്നത്. വീട്ടുകാരായാലും അരുവിക്കരയിലെ അച്ഛനെ സ്നേഹിക്കുന്ന ആൾക്കാരായാലും ആ ഒരു കുടുംബ ബന്ധമാണ് എന്നെ ഈ ഒരു തീരുമാനത്തിലേക്ക് എടുത്തത്. അരുവിക്കരയിലെ ഓരോ വോട്ടർമാരുമായിട്ടുള്ള കുടുംബ ബന്ധമാണ് എന്നെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത്, UDFനെയും. സാധാരണ കോൺഗ്രസ്സുകാരെ കളിയാക്കിക്കൊണ്ട് ഇടതുപക്ഷം പറയുന്നൊരു പ്രയോഗമാണ് കോൺഗ്രസ്സുകാരൊക്കെ അക്ഷരവിരോധികളാണ്, വായിക്കാറില്ല. പക്ഷെ അതിനൊരു അപവാദമായിട്ട് പറയുന്നൊരു പേര് ശ്രീ കാർത്തികേയൻ്റെയാണ്. അദ്ദേഹം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോവലുകൾ വായിക്കും, പുസ്തകങ്ങൾ വായിക്കും, അമ്മയും വായിക്കും. അപ്പോൾ ഇതും ഒരു പത്രപ്രവർത്തനം എന്ന നിലയിൽ തന്നെ ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട്. കാണുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നോവല് അല്ലെങ്കിൽ കണ്ട ഏറ്റവും അവസാന സിനിമ, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഭയങ്കര ആവേശമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ആ ഒരു സ്വഭാവം ശബരിനാഥന് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ്? അത് തീർച്ചയായും അതെ, അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു സ്വഭാവം, അതിൻ്റെ ഒരു കറക്റ്റ് മിശ്രിതമാണ് എനിക്കും ചേട്ടനും കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ രണ്ടുപേരും നന്നായിട്ട് വായിക്കും, ചേട്ടൻ പ്രത്യേകിച്ച്. പിന്നെ ഞാൻ വായനയായാലും സിനിമയായാലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളും കൂടെയാണ്. പിന്നെ ഇപ്പോൾ ഈ കമ്പ്യൂട്ടറൊക്കെ വന്നതോടെ നമുക്ക് ഇൻ്റർനാഷണൽ സിനിമയാണെങ്കിൽ പോലും നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു. പുസ്തകമായാലും അതിൻ്റെ E-book ഉണ്ട്. അപ്പോൾ പല കാര്യങ്ങളും വായിക്കാറുണ്ട്. വായന എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകം കാണും. പിന്നെ എല്ലാ സിനിമയെക്കുറിച്ചും, അത് ഇന്ത്യൻ സിനിമയായാലും മലയാളമായാലും മറാഠി ആയാലും ബംഗാളി ആയാലും ഇൻ്റർനാഷണൽ ആയാലും ഞാൻ കാണുന്നുണ്ടെന്ന് എന്നെ അറിയാവുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം സിനിമയെക്കുറിച്ച്. ഇപ്പോൾ അടുത്ത കാലത്ത് വായിച്ച പുസ്തകം എന്തായിരിക്കും? ഇപ്പോൾ ഇലക്ഷൻ ഇറങ്ങി കഴിഞ്ഞ് വായിക്കാൻ പറ്റില്ല. അടുത്ത കാലത്ത് എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു പുസ്തകം, ആദ്യം ഇംഗ്ലീഷിലൊരു ഇൻ ദ ലൈറ്റ് ഓഫ് വാട്ട് വി നോ എന്നൊരു പുസ്തകമുണ്ട്. അത് ഒരു ബംഗ്ലാദേശ് ബേസ്ഡ്, ഒരു ലണ്ടൻ ബേസ്ഡ് ബംഗ്ലാദേശി ഓഥർ. അത് ആ ബംഗ്ലാദേശിലെ ആ 75-ലെ പ്രശ്നത്തിന് ശേഷം ആ ഒരു സമൂഹം അതിനെങ്ങനെ കാണുന്നു, പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. എനിക്ക് തോന്നുന്നു ഒരു ന്യൂ വേവ് റൈറ്റിംഗ് ഇപ്പോൾ ഇന്ത്യയെക്കാളും ഏറ്റവും കൂടുതൽ വരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. പല എഴുത്തുകാരും വളരെ ശക്തമായി അവിടെ നിന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു തിക്കായിട്ടുള്ള ബുക്കാണ്. പക്ഷേ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും. മലയാളം ഞാൻ നന്നായിട്ട് വായിക്കാറുണ്ട്. അത്യാവശ്യം പുസ്തകങ്ങളെല്ലാം വരുന്നത് DC പോയി വായിക്കാറുണ്ട്. ഈ സമീപകാലത്ത് വായിച്ച് ഇഷ്ടപ്പെട്ട പുസ്തകം? സമീപകാലത്ത് എനിക്കൊരു വിഷമമുള്ളതെന്ന് വെച്ചാൽ, അച്ഛൻ എപ്പോഴും അമ്മയും പറയുമായിരുന്നു വിലയ്ക്ക് വാങ്ങാൻ വായിക്കണമെന്ന്. അതൊരു 1000 പേജുള്ളൊരു അതൊരു നിഘണ്ടു പോലെയാണ്. അതിനകത്ത് ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യയുടെ മാറ്റങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നൊരു പുസ്തകമാണ്. ആ ഒരു വലിയ പുസ്തകം ഞാനൊരു DC വാങ്ങിച്ചു. ഒരു 200-250 പേജ് വായിച്ചു. പക്ഷേ യാത്രക്കിടയിലേക്ക് ഇത്രയും വലിയൊരു പുസ്തകം വായിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം വിലയ്ക്ക് വാങ്ങാം. അത് പഴയ ബംഗാളി പുസ്തകം അല്ല, അപ്പോൾ അത് വായിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല. അതെനിക്കൊരു ഭയങ്കര വിഷമമുണ്ട്. കാരണം എപ്പോഴും അത് വായിക്കണം എന്ന് അച്ഛനും അമ്മയും പറയുമായിരുന്നു ചെറുപ്പകാലം മുതൽ. അപ്പോൾ ഇലക്ഷനെ കഴിയട്ടെ, തിരിച്ച് വിലയ്ക്ക് വാങ്ങാമിലേക്ക് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ സിനിമയുടെ കാര്യത്തിൽ താങ്കൾ തന്നെ പറഞ്ഞു, ഞാൻ അച്ഛനെ എന്തെങ്കിലും തരത്തിൽ അച്ഛൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്നൊരു സിനിമ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ്, അതിനപ്പുറത്തേക്ക് അച്ഛൻ്റെ സ്വാധീനം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ സിനിമയോട് എത്രമാത്രം താല്പര്യമാണോ? വളരെ താല്പര്യമുണ്ട്. അത് ആഴ്ചയിൽ ഒന്നിലേറെ സിനിമ കാണുമോ? അത് ബോംബെയിലാണെങ്കിൽ അവിടെ മലയാള സിനിമയൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ഒന്നിൽ കൂടുതൽ കാരണം ബോംബെയിലാകുമ്പോൾ ഏറ്റവും നല്ല കാര്യം അവിടെ മലയാള സിനിമ ഇറങ്ങും, തമിഴ് സിനിമ ഇറങ്ങും, ഹിന്ദി സിനിമ ഇറങ്ങും, ഇംഗ്ലീഷ് സിനിമ ഇറങ്ങും. പിന്നെ പല കൂട്ടായ്മകളുണ്ട് അവിടെ, ഇൻ്റർനാഷണൽ സിനിമയുണ്ട്. അപ്പോൾ എല്ലാ സിനിമകളും കാണും. ഞാൻ ഏറ്റവും ബ്ലോക്ക് ബസ്റ്റർ തട്ടുപൊളിപ്പൻ സിനിമ തൊട്ട് ഏറ്റവും സീരിയസ് ആയി സിനിമ വരെ കാണുന്ന ഒരാളാണ്. അതിനെക്കുറിച്ച് അടുത്ത കാലത്ത് അങ്ങനെ എടുത്തു പറയാതെ ഏതെങ്കിലും സിനിമ കണ്ട് ശ്രദ്ധയിൽപ്പെട്ട് ഓർക്കുന്നുണ്ടോ? ഒത്തിരി സിനിമകളുണ്ട് പക്ഷേ ഏറ്റവും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞ 2-3 വർഷം നോക്കുകയാണെങ്കിൽ അത് 3 സിനിമകളാണ്. 3 തരത്തിലുള്ള സിനിമകളാണ്. ആദ്യമായി ഒരു മറാഠി സിനിമയുണ്ട്, കോർട്ട്.
അത് ഈ കഴിഞ്ഞ വർഷം ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ്. 28 വയസ്സുള്ള ചൈതന്യ തമാല എന്നൊരു പയ്യൻ എഴുതി ഡയറക്റ്റ് ചെയ്ത ഒരു കൂട്ടായ്മ പോലത്തെ ഒരു സിനിമയാണ്. അത് ഒരാൾ ഒരു ദളിത് ആക്ടിവിസ്റ്റിനെ ഒരു കേസിൽ ഫ്രെയിം ചെയ്യുന്നു. പിന്നെ ആ ഒരു പ്രോസസ്സാണ് ആ സിനിമയെന്ന് വെച്ചാൽ നമ്മളൊരു കോടതിയിൽ പോയി രാവിലെ ഇരുന്ന് വൈകിട്ട് പോയാൽ എങ്ങനെ ഇരിക്കും, അതാണ് ആ സിനിമ. അതെനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിലെ നമ്മൾ പണ്ട് ഈ സ്വയംവരം വന്നതുപോലോ പതർ പഞ്ചാരി വന്നതുപോലോ ആ ഒരു സിനിമയുടെ ഒരു വ്യാകരണം മാറ്റുന്ന ഒരു സിനിമയാണ് കോർട്ട്. മലയാളത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമ, ഒരു തട്ടുപൊളിപ്പിന് സിനിമ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷം ഇറങ്ങിയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ തട്ടത്തിന് മറയത്താണ്. കാരണം അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതെടുത്തേക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അതൊരു സ്ക്രീൻ പ്ലേ, വളരെ ശക്തമായ സ്ക്രീൻ പ്ലേ ആണ്. ഒരു ലോഡ് എടുക്കാതെ ഒരു കാര്യം പറയുന്നത്, സ്ക്രീൻ പ്ലേയുടെ ഒരു ശക്തിയും പിന്നെ ഒരു യുവാക്കളുടെ ഒരു കൂട്ടായ്മ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിലൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു എലമെന്റ് തീർച്ചയായും അത് നമ്മൾ കാണേണ്ട പല കാര്യങ്ങളും അതിനകത്തുണ്ട്. വളരെ സെറ്റിലായിട്ട്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്. പിന്നെ മൂന്നാമത് എന്നെ വളരെയധികം എന്നെ ആകർഷിച്ചതും ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നൊരു സിനിമ രാജീവ് രവിയുടെ അന്നയും റസൂലുമാണ്. അതൊരു ഷേക്സ്പിയറിൻ്റെ അഡാപ്റ്റേഷൻ പോലെ റോമിയോ ജൂലിയറ്റാണ്. പക്ഷേ ആ സിനിമ കാണുകയാണെങ്കിൽ ആ സിനിമയിൽ ഒരു ഫ്രെയിമും വേസ്റ്റ് ചെയ്തിട്ടില്ല. അവിടുത്തെ ഓരോ കഥാപാത്രങ്ങൾക്കും ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു രാഷ്ട്രീയത്തിൻ്റെ സന്തതിയാണ്. അപ്പോൾ പലരും പറയും ന്യൂ ജനറേഷൻ സിനിമയിൽ രാഷ്ട്രീയമില്ല, അമ്മയില്ല. പക്ഷേ ന്യൂ ജനറേഷൻ സിനിമ എങ്ങനെയായിരിക്കണം, അതിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സാഹചര്യത്തിൻ്റെ ഒരു മക്കളാണ് നമ്മളെല്ലാം. അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും രാഷ്ട്രീയമുണ്ട്, നിലപാടുകളുണ്ട്. അത് ഇത്രയും നന്നായിട്ട് വന്നൊരു സിനിമ വേറെ. എനിക്ക് തോന്നുന്നു രാജീവ് രവിയെ പോലത്തെ സിനിമകളുടെ കളക്ടേഴ്സൊക്കെ വീണ്ടും വരേണ്ടതാണ്. എനിക്കൊരു വിഷമം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പടം ഞാൻ സ്റ്റീവ് ലോപ്പസ് ബോംബെയിൽ ഇറങ്ങിയപ്പോൾ ആ പടം ഇറങ്ങിയത് ആരും അറിഞ്ഞില്ല. ഞാൻ തന്നെ ഇത്രയോട് കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് ആ പടത്തിന് വിചാരിക്കേണ്ട റെസ്പോൺസ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ദിശാമാറ്റം നടക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇലക്ഷനിലും ജീവിതത്തിലും ഇപ്പോൾ അച്ഛൻ ഇല്ല, അമ്മയുടെ റോള് കൂടിയതായിട്ട് തോന്നുന്നുണ്ട് ജീവിതത്തെ സ്വാധീനിക്കുന്ന കാര്യത്തിൽ? തീർച്ചയായും അത് അച്ഛൻ്റെ ഒരു റോളും അമ്മ ഇപ്പോൾ ഫില്ല് ചെയ്യുന്നുണ്ട് പെട്ടെന്ന്. ഇതൊക്കെ നമ്മൾ സ്വപ്നേവി ആലോചിക്കാത്ത കാര്യങ്ങൾ 2 വർഷം മുമ്പ്, 2 മാസം 3 മാസം മുമ്പ് എല്ലാം മാറി തിരിഞ്ഞപ്പോൾ നമുക്കത് ആ ഒരു ആഘാതത്തിലാണ് ഇപ്പോഴും നമ്മൾ. പക്ഷേ അതെ, അമ്മയുടെ ഒരു സാന്നിധ്യം എല്ലാ കാര്യങ്ങളിലും അച്ഛനെ പോലെ തന്നെ പെരുമാറാനും അച്ഛനെങ്ങനെ ആലോചിക്കുമോ, ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അമ്മ പറയും അച്ഛനത് ഇഷ്ടപ്പെടുമോ, അച്ഛനത് ഇഷ്ടപ്പെടത്തില്ലേ. അപ്പോൾ എൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വവും ബാക്കി കാര്യങ്ങളും ഞാൻ ഏത് ചുവടെടുത്താലും ആദ്യം നമ്മൾ ആലോചിക്കുന്നത് അച്ഛന് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. ആ ഒരു വഴി കാട്ടാൻ അമ്മയും ശ്രമിക്കുന്നുണ്ട്. ആ ഒരു വഴിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ബ്രദറും സഹോദരനും രംഗത്തുണ്ട്? ചേട്ടനുണ്ട്. ചേട്ടൻ ഇവിടെ ഇരുന്ന് മണ്ഡലത്തിൽ വരുന്നുമുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് ബാക്കി കാര്യങ്ങളെല്ലാം ചേട്ടനുമാണ് ചെയ്യുന്നത്. നമ്മൾ കുടുംബവും അച്ഛനെ സ്നേഹിച്ചവരും അച്ഛൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ചൊരു പാർട്ടിയും എല്ലാം ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മയാണ്. ഇതെല്ലാവരും ഒരുമിച്ച് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടക്കാലത്ത് പിന്നീട് അത് കുറച്ച് ക്ലാരിഫൈ ചെയ്തു, രാഹുൽ ഗാന്ധി വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ മകനെ രാഷ്ട്രീയത്തിൽ ഇറക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളൊരു പ്രചരണം ഉണ്ടായിരുന്നു. താങ്കൾ തന്നെ പറഞ്ഞു അതല്ല സംസാരിച്ചെന്ന് പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ സംസാരിച്ചത്? ഇല്ല, അത് രാഹുൽ ഗാന്ധി അച്ഛനെ കാണാൻ ജനുവരി വന്നപ്പോൾ സ്വാഭാവികമായി മക്കളുടെ അതൊരു പേഴ്സണൽ വിസിറ്റായിരുന്നു. മക്കളുടെ കാര്യം ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ടാറ്റ ട്രസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, പല പല പ്രൊജക്റ്റുകളും ചെയ്യുന്നു പറഞ്ഞപ്പോൾ പുള്ളിക്കാരന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ അത് അച്ഛൻ പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് പറഞ്ഞതല്ല, വളരെ അഭിമാനത്തോടെ വീട്ടിലൊരു വലിയ ആൾ വരുമ്പോൾ നമ്മളെല്ലാം വീട്ടിൽ പറയത്തില്ല എൻ്റെ മോനിപ്പോൾ ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ എല്ലാ A+ കിട്ടി. അതുപോലെ അച്ഛൻ വളരെ അഭിമാനത്തോടെ പറഞ്ഞാൽ എൻ്റെ മകൻ വർക്ക് ചെയ്യുന്നത്. അത് കേട്ട് ശ്രീ രാഹുൽ ഗാന്ധിക്കും വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായി. എന്നോടൊന്ന് കാണാൻ പറഞ്ഞു. പക്ഷേ അതിനുശേഷം കാണാൻ പറ്റിയില്ല. അല്ലാതെ അവരായിട്ടുള്ള ഇമെയിൽ എക്സ്ചേഞ്ചൊക്കെ നടന്നിട്ടുണ്ട്. അതിനങ്ങനെ കാണുന്നുണ്ട്. അച്ഛൻ അഭിമാനത്തോടൊരു മകനെക്കുറിച്ച് പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായ ശ്രീ രാഹുൽ ഗാന്ധിയോട് അതേ അഭിമാനത്തോടെ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനായ ശ്രീ ജി കാർത്തികേയൻ പറഞ്ഞത്. അതിനങ്ങനെ കണ്ടാൽ മതി, അല്ലാതെ അതിനെ നിക്ഷിപ്ത താല്പര്യമായിട്ട് കാണണ്ട. ഈ ആദിവാസി മേഖലയിൽ താങ്കൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ അവരെ അറിയാം. അവരാരെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇതിന് ഇവിടെ വരുമോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, എൻ്റെ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും പൊളിറ്റിക്കൽ ലൈഫും ഞാൻ ക്ലബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഈ ആദിവാസി മേഖലയിൽ വർക്ക് ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി മേഖലയിൽ വർക്ക് ചെയ്യുന്നത് ആരോഗ്യമാവട്ടെ, എഡ്യൂക്കേഷനാവട്ടെ, അതിൻ്റെ NGOs ആയിട്ടാണ്. അവരൊക്കെ എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയ പല സീനിയർ ആൾക്കാർക്ക് നല്ല പേഴ്സണലായി ബന്ധമുണ്ട്. അവരൊരു ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ ഒരു ആയുധമാക്കാൻ എനിക്ക് അവർ താല്പര്യമില്ല. പക്ഷേ ജയിച്ചു വരട്ടെ, അവരുടെ ഒരു സാന്നിധ്യം ഇവിടുത്തെ എല്ലാ പ്രോജക്റ്റുകളിലും കാണും. അരുവിക്കരയിലുണ്ടാവും തീർച്ചയായും. ഞാനത് ഇന്നലെ തന്നെ മിത്രാനികേതനിലും വിനോബയെ പോയപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പല പദ്ധതികളും വന്നു. ഈറ്റയെക്കുറിച്ചും അത് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ട്. അത് സമയമാകുമ്പോൾ അച്ഛൻ ചെയ്യുന്ന പോലെ അതൊരു ബഹളം ഉണ്ടാക്കിയല്ല, സമയമാകുമ്പോൾ അത് ചെയ്യേണ്ട രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കും.
എല്ലാത്തിനും ഒരു സമയം കൊണ്ട് ദാസാന്ന് പറയുന്നത്. അതെ 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 അതെ. അതുപോലെ തന്നെ ഈ ആദിവാസി മേഖലയിൽ ചെയ്ത ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ തോട്ടം തൊഴിലാളികളാണ് കൂടുതൽ, ആദിവാസികൾ അധികം ഇല്ല. ആദിവാസികളുണ്ട്, തോട്ടം തൊഴിലാളികളും പോയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇന്ത്യ എങ്ങനെയാണോ ഒരു സോഷ്യൽ ഡൈനാമിക്സ് അതുപോലൊരു മണ്ഡലമാണ് അരുവിക്കര. എല്ലാത്തരം സാമുദായിക സാമൂഹിക ലെവലിലുള്ള ആൾക്കാരുമുണ്ട്. ആദിവാസികളുണ്ട്, കർഷകരുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്, എല്ലാ ജാതികളുണ്ട്. അങ്ങനത്തെ ഒരു മണ്ഡലമാണ് അരുവിക്കര. അതേപോലെ തോട്ടം തൊഴിലാളികളും പലരുമുണ്ട്, അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, നമുക്കത് അറിയാം, അത് നിഷേധിക്കുന്നില്ല. പലതും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയം കാരണമാണ്, പലതും നമ്മളിവിടെ ലോക്കലൈസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു MLA എന്ന രീതിയിലോ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രോബ്ലംസ് ഉണ്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിനെ നിഷേധിക്കുന്നില്ല, ചില പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു, ജയിച്ചു വന്നതിന് ശേഷം അതിലേക്കുള്ള നിലപാടിലേക്ക് എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല, അതില്ലയെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യുന്ന അവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഞാൻ ഒരിക്കലും അത് നിഷേധിക്കുന്നില്ല, അത് ശരിയാക്കണം, പക്ഷേ അത് ശരിയാക്കും. അതുപോലെ തന്നെ താങ്കളുടെ സ്ഥാനാർത്ഥിത്വം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമല്ലോ, പക്ഷേ ഇതൊരു ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ചോദിക്കും. സ്ഥാനാർത്ഥിത്വത്തിൽ ഏറ്റവും താല്പര്യമെടുത്തത് KPC പ്രസിഡന്റ് ശ്രീ VM സുധീരനാണ് എന്നൊരു സംസാരമുണ്ട്. താങ്കൾ മറ്റേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ താമസിച്ചിരുന്നതിൻ്റെ തൊട്ടടുത്ത് VM സുധീരൻ്റെ കുടുംബം ഉണ്ടായിരുന്നു. അന്ന് മുതലേ ഒരു വൈകാരികമായിട്ടൊരു അടുപ്പം VM സുധീരൻ്റെ കുടുംബവും G കാർത്തികേയൻ്റെ കുടുംബവും തമ്മിലുണ്ട്. അപ്പോൾ KPC പ്രസിഡന്റ് അദ്ദേഹം വ്യക്തി എന്ന നിലയ്ക്കല്ല, അദ്ദേഹത്തിന് ശബരിയെ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അതിന് താല്പര്യമെടുത്തു എന്നൊരു പറയുന്നുണ്ട്. അത് ശരിയാണോ? ഇല്ല, ആദ്യമായി എൻ്റെ ഈ കോൺഗ്രസിലെ എല്ലാ നേതാക്കളായിട്ടും നല്ല ആത്മബന്ധമുള്ളതാണ്. VM സുധീര സാറിൻ്റെ വീടിൻ്റെ അവിടെയാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് MLA ഹോസ്റ്റലിൽ. ഉമ്മൻചാണ്ടി സാറിനാണെങ്കിൽ പണ്ടേ അറിയാം, ചാണ്ടി എൻ്റെ സ്കൂൾ ജൂനിയർ ആയിരുന്നു. ആൻ്റണി സാറായിട്ടുള്ള അച്ഛൻ്റെ ആത്മബന്ധം, പിന്നെ അനിലും ആൻ്റണി സാറിൻ്റെ മോൻ എൻ്റെ CETയിലെ ജൂനിയർ ആയിരുന്നു. പിന്നെ രമേശ് ശങ്കറിലൊക്കെ ആണെങ്കിൽ വീട്ടിൽ രംഗത്തെ പോലായിരുന്നു. അപ്പോൾ എല്ലാവരായിട്ടും നല്ല വ്യക്തിബന്ധമുണ്ട്. എന്നെ കൊച്ചു എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. പക്ഷെ അതിലൊക്കെ ഉപരി പല കാരണങ്ങൾ കൊണ്ടും ഞാനവിടെ ഫിറ്റായ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി നേതൃത്വത്തിനും UDFനും തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇലക്ഷന് നിന്നത്. ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥാനാർത്ഥിയാണെന്ന് നേതൃത്വത്തിന് തോന്നി. പിന്നെ അവരായിട്ടുള്ള നല്ല സ്നേഹബന്ധങ്ങളുണ്ട്, അവരെല്ലാമാണ് എന്നെ വഴി കാണുന്നതും. ഓരോ കാര്യത്തിനും ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് എന്നെ വിളിച്ച് കൊച്ചു ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യില്ലെന്ന് പറയുന്നത് എല്ലാവരും വിളിച്ച് പറയുന്നുണ്ട്. കേരളത്തിൽ ഇങ്ങോളമുള്ള കേരളത്തിലെ നേതാക്കളും അച്ഛനെ സ്നേഹിക്കുന്നവരും വിളിച്ചൊരു മകനോട് പറയുന്ന പോലെ അതങ്ങനെ പറയണം, നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കണം, എല്ലാവരെയും കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെ സഹായിക്കുന്നുണ്ട്. ശ്രീ AK ആൻ്റണി ആയിട്ടായിരുന്നു G കാർത്തികേയന് കൂടുതൽ അടുപ്പം. അപ്പോൾ AK ആൻ്റണി എന്താണ് പറഞ്ഞത്? ഇല്ല, AK ആൻ്റണിയായിട്ടൊരു രാഷ്ട്രീയ ഡിസ്കഷന് പോകാനുള്ള ഡിസ്കഷൻ ഉപദേശം തരില്ല, അഡ്വൈസ് തരാമല്ലോ. ഇല്ല, AK ആൻ്റണി സാറ് പറഞ്ഞു അച്ഛൻ എങ്ങനെയായിരുന്നു അതുപോലെ ആവണം, ബാക്കിയൊന്നും വിഷമിക്കണ്ട, എല്ലാം ശരിയാവും, ഒരു കുഴപ്പവുമില്ല. വളരെ പേഴ്സണലായിട്ടൊരു ബന്ധമാണ് AK സാറായിട്ടുള്ളത്. ഞാനും ഡൽഹിയിൽ പോകുമ്പോൾ കാണുമായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മളൊരു മകനോട് എന്ത് അഡ്വൈസ് ആയിരുന്നു അതുപോലെ ഉള്ള അഡ്വൈസാണ് എനിക്കും തന്നത്. ഇനിയിപ്പോൾ ഹൈ വോൾട്ടേജ് ഇലക്ഷനിലേക്ക് പോവുകയാണ്, ഇലക്ഷൻ ക്യാമ്പയിൻ. പ്രത്യേകിച്ച് ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുഴുവൻ രംഗത്തിറങ്ങാൻ പോകുന്നു, മറുപക്ഷത്തും അവരുടെ വലിയ നേതാക്കന്മാർ മുഴുവൻ ഇറങ്ങുന്നു. അപ്പോൾ ഈ ഹൈ വോൾട്ടേജ് ക്യാമ്പയിനെ എങ്ങനെയാണ് കാണുന്നത്? ആകാംക്ഷയുണ്ടോ അല്ലെങ്കിൽ ആശങ്കയുണ്ടോ? ഇല്ല, ക്യാമ്പയിൻ വളരെ ഹൈ വോൾട്ടേജിലായിരിക്കും. എല്ലാവരും ഒരുമിച്ച് നിന്ന് പല കാര്യങ്ങളും പറയും. പക്ഷേ അവസാനമായി സ്ഥായിയായിട്ട് ഞാനെങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ, ഞാൻ അതുപോലെ പ്രവർത്തിക്കത്തുള്ളൂ. അല്ലാതെ ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ കണ്ട് ഞാനും ശക്തിയോടെ കയറി ഒരു ജീപ്പിൻ്റെ മുകളിൽ നിന്ന് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാൻ എങ്ങനെയാണോ ഒരു വ്യക്തി എന്ന രീതിയിൽ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ചിലപ്പോൾ ഇപ്പോൾ അരുവിക്കര കേരളത്തിന് മുഴുവൻ ഇതായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഈ മന്ത്രിസഭയുടെ ഭാവി, ഒരുപക്ഷെ മന്ത്രിസഭ മുന്നോട്ട് പോയേക്കാം, പക്ഷേ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു, ഇതിൻ്റെയൊക്കെ ഒരു പിവറ്റൽ പോയിൻ്റാണ് അരുവിക്കര. അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് അത് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ, നമ്മളല്ലേ വേറെ സീറ്റിലൊക്കെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേടുന്ന ഒരു ചെറുപ്പക്കാരൻ, അതിൻ്റെ ഒരു മാനസികാവസ്ഥ, ഒരു സംഘർഷാവസ്ഥ തോന്നുന്നു, അല്ലെങ്കിൽ എന്നെ ആശ്രയിച്ചാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ വിജയത്തെ ആസ്പദിച്ചാണല്ലോ ഒരു കേരളത്തിലൊരു മന്ത്രിസഭയുടെ ഭാവി പോലും, അല്ലെങ്കിൽ അടുത്ത UDFൻ്റെ തിരിച്ചുവരവ്, ഇതൊക്കെ ഇത് ചെയ്യുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ചിന്ത അങ്ങനെ ചെയ്യാറുണ്ടോ? അതൊരു വ്യക്തിയിൽ മാത്രം നിക്ഷിപ്തമല്ല. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. 3 കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതിൽ 3 കാൻഡിഡേറ്റ്സിനെയും പൊളിറ്റിക്കലായ ഇഷ്യൂസിനെയും ഒരു തുലാസിൽ വെച്ച് ആൾക്കാർ നോക്കും. അതിൽ ആ ഒരു തുലാസിൽ ഒരു കൂടുതൽ മേന്മ UDFനാണ് വരുന്നത്. UDF ജയിക്കും. പിന്നെ അവസാനമായിട്ട് എത്ര വോട്ടിന് ജയിക്കുന്നതാണ് താങ്കളുടെ പ്രതീക്ഷ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനല്ല.
നമ്പേഴ്സ് അങ്ങനെ പറയുന്നത് തെറ്റുമാണ്. പക്ഷേ UDF വളരെ സുഖകരമായ ഒരു മെജോറിറ്റിയോട് വിജയിക്കുമെന്നാണ് എൻ്റെയും UDFൻ്റെയും എല്ലാവരുടെയും ആത്മവിശ്വാസം. അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നത്. ശബരിനാഥൻ എന്ന ചെറുപ്പക്കാരൻ അരുവിക്കരയുടെ ഹൃദയത്തിൽ ശക്തമായ സാന്നിധ്യമായി കഴിഞ്ഞു. ഇവിടെ അദ്ദേഹം തുറന്ന് സംസാരിക്കുകയായിരുന്നു. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച്, അരുവിക്കര മണ്ഡലത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച്, തൻ്റെ കുടുംബത്തെക്കുറിച്ച്, തൻ്റെ ഏറ്റവും പ്രിയങ്കരനായ അച്ഛൻ ശ്രീ ജി കാർത്തികേയനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഇവിടെ ഹൃദയം തുറന്ന് സംസാരിച്ച ശ്രീ ശബരിനാഥന് എല്ലാവിധ ആശംസകളും. അദ്ദേഹം വിജയിക്കുമെന്ന ഉറപ്പ് ഇവിടെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ആശംസകളും.